നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരുടെ ലിസ്റ്റിൽ ആദ്യം ഇടം പിടിക്കുന്ന രാജ്യമാണ് US. എന്നാൽ കർശനമായ നിയമങ്ങളും പ്രശ്നങ്ങളും കാരണം ഉന്നത വിദ്യാഭ്യാസത്തിനായി US-ലേക്ക് ചേക്കേറുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ ഏകദേശം 20% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കർശനമായ വിസ നിബന്ധനകളും കുടിയേറ്റ നയത്തിലെ മാറ്റങ്ങളും ഈ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. അടുത്തിടെ ബ്ലൂബെർഗും NAFSA പോലെയുള്ള വിദ്യാഭ്യാസ സംഘടനകളുടെ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം സ്പ്രിംഗ് ഇൻടേക്കിൽ അമേരിക്കൻ കോളേജുകളിൽ ചേർന്ന വിദേശ ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലാണ് 20% കുറവുണ്ടായിരിക്കുന്നത്. 149 അമേരിക്കൻ സ്കൂളുകളിൽ നടത്തിയ സർവേയെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കടുത്ത വിസ നിബന്ധനകളാണ്. സർവേയിൽ പങ്കെടുത്ത 84% സർവകലാശാലകളും പറയുന്നത് ഗവൺമെന്റിന്റെ നിയന്ത്രണ നയങ്ങളാണ് ഈ ഇടിവിന് പിന്നിലെ പ്രധാന ഘടകമെന്നാണ്. ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള കർശനമായ വിസ പരിശോധനകളും പുതിയ നയമാറ്റങ്ങളും വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്നു. അടുത്തത് വിസ റദ്ദാക്കലും നാടുകടത്തലുമാണ്. കഴിഞ്ഞ സ്പ്രിംഗ് സീസണിൽ ഇമിഗ്രേഷൻ അധികൃതർ ക്യാമ്പസുകളിലും ഡോർമെട്രികളിലും വെച്ച് വിദ്യാർത്ഥികളെ തടയുകയും നൂറുകണക്കിന് പേരുടെ നിയമപരമായ പദവി റദ്ദാക്കുകയും ചെയ്ത സംഭവങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പലതും പുനഃസ്ഥാപിച്ചെങ്കിലും വിദേശ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത് വലിയൊരു ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തത് സാമ്പത്തിക ആഘാതമാണ്. US സർവകലാശാലകളെ സംബന്ധിച്ച് വിദേശ വിദ്യാർത്ഥികൾ വലിയൊരു വരുമാന സ്രോതസ്സുകളാണ്. ഇവർ പലപ്പോഴും പൂർണ്ണമായ ട്യൂഷൻ ഫീസ് നൽകുന്നവരാണ്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ പല പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇത് ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നതിലേക്കും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിലേക്കും നയിച്ചേക്കാം. ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം US എപ്പോഴും മുൻഗണനാ പട്ടികയിലുള്ള രാജ്യമായിരുന്നു. എന്നാൽ വിസ അപ്രൂവലുകൾ 36% കുറഞ്ഞതും ഇന്റർവ്യൂ സ്ലോട്ടുകൾ ലഭ്യമാകാത്തതും തിരിച്ചടിയായി. കൂടാതെ IT മേഖലയിലെ മാന്ദ്യവും തൊഴിൽ വിസകളിലെ അനിശ്ചിതത്വവും പലരെയും കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഈ രാജ്യങ്ങളിലും ഇപ്പോൾ നിയന്ത്രണങ്ങൾ വരുന്നത് വിദ്യാർത്ഥികളെ കൂടുതൽ കുഴപ്പിക്കുന്നുണ്ട്. 62% സർവകലാശാലകളും റിപ്പോർട്ട് ചെയ്തത് ബിരുദാനന്തര കോഴ്സുകളിൽ പ്രവേശനം വളരെ കുറവാണെന്നാണ്. പ്രധാനമായും കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിലാണ് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. സാധാരണയായി US ക്യാമ്പസുകൾക്ക് സാമ്പത്തിക കരുത്ത് നൽകുന്നത് വിദേശികളായ ഈ വിദ്യാർത്ഥികളാണ്. പ്രാദേശിക വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമ്പോൾ ഈ വിടവ് നികത്തുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രവേശനങ്ങളായിരുന്നു. മെയ് മാസത്തിലെ വിസ ഇന്റർവ്യൂകൾ നിർത്തിവച്ചതും ജൂണിൽ കൊണ്ടുവരുന്ന കർശനമായ പുതിയ പരിശോധനകളും ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. യൂറോപ്പിലെയും ഏഷ്യയിലെയും പല രാജ്യങ്ങൾ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ US സ്വന്തം വാതിലുകൾ കൊട്ടിയടയ്ക്കുകയാണോ എന്ന ചോദ്യമാണ് വിദ്യാഭ്യാസ വിദഗ്ധർ ഉയർത്തുന്നത്. US എന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ വിസ നിയന്ത്രണങ്ങൾ ഒരു ഭാരമായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വിദ്യാർത്ഥികളുടെ ഈ കൊഴിഞ്ഞുപോക്ക് വെറുമൊരു അക്കാദമിക് പ്രശ്നമല്ല, മറിച്ച് US-ന്റെ സാമ്പത്തിക രംഗത്തെയും തൊഴിൽ മേഖലയെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. മികച്ച വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് US-ന്റെ ആഗോള വിദ്യാഭ്യാസ മേധാവിത്വത്തിന് തന്നെ വെല്ലുവിളിയാകുന്നു. വിസ നയങ്ങളിൽ എന്തെങ്കിലും ഇളവുകൾ വരാതെ ഈ സാഹചര്യം മാറാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.